കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഭരണം യു.ഡി.എഫിന് ഏറെ നാടകീയമായ നീക്കങ്ങൾക്കൊടുവിലാണ് ഭരണം യു.ഡി.എഫിന് തിരിച്ചുപിടിക്കാനായത്. മുസ്ലിം ലീഗിലെ എ.ജി.സി. ബഷീർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിലാണ് യു.ഡി.എഫിന് ഭരണത്തിലെത്താൻ കഴിഞ്ഞത്. 8 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മുസ്ലിം ലീഗിലെ എ.കെ.ജി.സി. ബഷീർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. എല്ലാ കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായി എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ നാടിന്റെ സർവ്വതോന്മുഖമായ വികസനമാണ് ലക്ഷ്യം. 17 ഡിവിഷനുകളുള്ള ഇവിടെ യു.ഡി.എഫിന് 8 അംഗങ്ങളും എൽ.ഡി.എഫിന് 7 അംഗങ്ങളും ബി.ജെ.പിക്ക് 2 അംഗങ്ങളുമാണ് ഉള്ളത്. ബി.ജെ.പി വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ആർക്കും വോട്ട് ചെയ്യാതെ തടസ്സമായിട്ട് ന്യൂട്രലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് പാർട്ടിയുടെ തീരുമാനം. നേരത്തെ എൽ.ഡി.എഫിനെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ച ബി.ജെ.പി നിലപാട് മാറ്റിയതോടെയാണ് അനിശ്ചിതത്വം നീങ്ങിയത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി യു.ഡി.എഫിലെ ശാന്തമ്മയെയാണ് തെരഞ്ഞെടുത്തത്. ഇതോടെ തുടർച്ചയായി 3 തവണ എൽ.ഡി.എഫിന്റെ കയ്യിലിരുന്ന ജില്ലാ പഞ്ചായത്ത് ഭരണം യു.ഡി.എഫ് തിരിച്ചുപിടിച്ചു. റിപ്പോർട്ടർ, കാസർഗോഡ്.